ഇങ്ങനെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എടുക്കുക. നമ്മളിപ്പോൾ കാണുന്നൊരു ചരിത്ര നമ്മളിപ്പോൾ അതെ അതെ പറ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ചരിത്ര നിർമ്മിതിയുടെ മുന്നിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ചരിത്ര നിർമ്മിതിയുടെ മുന്നിലാണ്. 1857 രാഹുലും ഷാരോണും എന്ന മഹത് വ്യക്തികൾ കൂടി പണിത മഹത് കൊട്ടാരമായിരുന്നു ഇത്. ശേഷം രാഹുലിന്റെ പ്രതിമയാണ്, രാഹുൽ എന്ന വ്യക്തിയുടെ പ്രതിമയാണത്. ഷാരോൺ എന്ന വ്യക്തിയുടെ പ്രതിമയാണ് ആ കാണുന്നത്. 1947 പറങ്കികളുടെ ആക്രമണത്തിന് ശേഷം 1967 പറങ്കികളുടെ ആക്രമണത്തിന് ശേഷം ഞങ്ങൾ വാഴാനി ഡാമിന്റെ കവാടത്തിലേക്ക് യാത്ര ചെയ്തു. അവിടെ പമ്പരം കറക്കിക്കൊണ്ട് പമ്പര വിൽപ്പനക്കാരനുണ്ടായിരുന്നു. അവിടേക്ക് വണ്ടി പോകില്ല, നടന്നു ചെല്ലണം. മുഖഭാവം എന്നെ 2 പമ്പരം മേടിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ പമ്പരം കറക്കിക്കൊണ്ട് ഞങ്ങൾ കവാടത്തിലേക്ക് യാത്ര ചെയ്തു. സന്തോഷ് ജോർജ് കുളങ്ങര. ഒരു മരം വളഞ്ഞിരിക്കുന്നത് സ്ഥലവും റോഡും ചെരിഞ്ഞ മരങ്ങളുമാണ് ഈ സ്ഥലത്തിലെ ശരിയായ. ഈ കുഞ്ഞു മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വാഴാനി ഡാമിന്റെ വലിപ്പം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ്. മെസപ്പൊട്ടേമിയയിലെ ശാസ്ത്രശില്പങ്ങളെ ഓർമ്മിക്കത്തക്ക വിധമാണ് ഇവിടുത്തെ ശില്പശൈലികൾ എല്ലാം നിർമ്മിതം. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് കുടിയേറിയ ചില മനുഷ്യരെയും ഇവിടെ കാണാൻ സാധിക്കും. ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ നിന്ന് കുടിയേറിയ മനുഷ്യരും ഇവിടെ താമസിക്കുന്നു. ആമസോൺ മഴക്കാടുകളിൽ നിന്ന് പ്രത്യേകമായ വിധം പറിച്ചെടുത്തുകൊണ്ട് ഇവിടെ വന്ന് നട്ട പലവിധം ചെടികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ആമസോൺ കാടുകളിൽ നിന്ന് തന്നെ കുടിയേറി വന്ന കുരങ്ങന്മാരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ മാത്രമല്ല ഏതു നേരവും ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വാഴാനി ഡാം ശൗചാലയം എവിടെയെന്ന് ഞാൻ പലപ്പോഴും തപ്പിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എല്ലാവരും ആശ്രയിക്കുന്നത് പറമ്പാണ്. ഒരു പറമ്പ് തപ്പി ഇറങ്ങി. പിന്നെയാണ് മനസ്സിലായത്